ദില്ലി ദാലിയിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. സംഗീത ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രണയ പ്രാർത്ഥന, വാലന്റൈൻസ് ഡേ പോഡ്കാസ്റ്റ്. ലോകത്തിൽ ഒരു വിഭാഗം ഈ ദിവസത്തെ വാലന്റൈൻസ് ദിനമായി കൊണ്ടാടുന്നു. പ്രണയത്തിനായുള്ള ഒരു ദിനമായി. ഞാൻ രാവിലെ മുതൽ ആലോചിക്കുകയായിരുന്നു, ഇന്നൊരു പോഡ്കാസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ അത് എന്തായിരിക്കണമെന്ന്. എൻ്റെ പ്രണയത്തെക്കുറിച്ച് പറയേണ്ട എന്ന് ആദ്യം തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു. അത് എനിക്ക് പ്രിയങ്കരമാണെങ്കിലും പോഡ്കാസ്റ്റിൻ്റെ ശ്രോതാക്കൾക്ക് സർവ്വസാധാരണമായ ഒന്നായി അത് മാറും, എനിക്ക് തീർച്ചയാണ്. രാവിലെ ഞാൻ ചെഗുവേരയുടെ പ്രണയ ജീവിതത്തെക്കുറിച്ചും വായിക്കുകയായിരുന്നു. മരിക്കുന്നതിനല്ല, തൂക്കിക്കൊല്ലപ്പെടുന്നതിന് 4 ദിവസങ്ങൾക്ക് മുൻപ് ഭഗത് സിംഗ് സുഖ്ദേവിന് അയച്ച കത്തിൽ തൻ്റെ പ്രണയ സങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞതും ഞാനൊന്ന് വായിച്ചു നോക്കി. 54-ാമത്തെ വയസ്സിൽ ചാർലി ചാപ്ലിന് യുനോ ഒനീൽ എന്ന 14-കാരിയോട് തോന്നിയ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞാലോ എന്നും ആലോചിച്ചു നോക്കി. ഏതായാലും പോഡ്കാസ്റ്റ് കേൾവിയുടെ ഒരു മാധ്യമമാണ്. ഏതിനായിരിക്കും കൂടുതൽ പ്രസക്തി? ശബ്ദത്തെ പ്രണയിച്ച് അവസാനം ശബ്ദത്തിനുടമയായ യേശുദാസിനെ പ്രണയിച്ച പ്രഭയുടെ പ്രണയകാലത്തെക്കുറിച്ച് പറഞ്ഞാലോ? അങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് പണ്ടെങ്ങോ വായിച്ച ഒരു ലേഖനവും അതിനനുബന്ധമായ സംഗീതഖണ്ഡത്തിൽ ഒരു കാമുകി വിശ്വപ്രസിദ്ധനായ കാമുകനു വേണ്ടി പാടിയ ഗാനശകലവും കേട്ടത് ഓർമ്മയിലേക്ക് വന്നത്. ഇന്ന് രാവിലെ ഞാനത് വീണ്ടും കേട്ടു. മഹാനായ വോൾഫ്ഗാങ് അമേഡിയോസ് മൊസാർട്ട് തൻ്റെ കാമുകിയെ തനിക്ക് നൽകിയതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സംവിധാനം ചെയ്ത ശബ്ദശില്പമായിരുന്നു ഗ്രേറ്റ് മാസ് ഇൻ സി മൈനർ എന്നറിയപ്പെടുന്ന മനോഹര സംഗീത ശില്പം. എനിക്ക് വ്യക്തിപരമായിട്ടൊരാനന്ദമുണ്ട് ഇക്കാര്യത്തിൽ പറയാൻ. ഇതാദ്യമായിട്ട് മൊസാർട്ട് അവതരിപ്പിച്ച സാൽസ്ബർഗിലെ സെയിൻറ്റ് പീറ്റേഴ്സ് അബേ ചാപ്പൽ സന്ദർശിക്കുവാൻ 4 കൊല്ലങ്ങൾക്ക് മുൻപ് എനിക്ക് ഒരവസരം ലഭിച്ചിരുന്നു. പോകുന്നതിന് മുൻപ് രാവിലെ ഞാൻ ഗൃഹപാഠം ചെയ്തപ്പോഴാണ് വായിക്കാനിടവന്നത് മൊസാർട്ടിൻ്റെ ഗ്രേറ്റ് മാസ് ഇൻ സി മൈനർ ഇവിടെയാണ് ആദ്യം അവതരിപ്പിക്കപ്പെട്ടത് എന്ന്. ഈ സംഗീതവും വാലന്റൈൻസ് ഡേയും തമ്മിലുള്ള ബന്ധം ഒരു തീവ്ര പ്രണയത്തിന് മൊസാർട്ട് ദൈവത്തിന് നന്ദി പറയുന്നു എന്നതും മാത്രമാണ്. ആ ഒരർത്ഥത്തിൽ ഇത് ഒരു പ്രാർത്ഥനയേക്കാൾ ഉപരി ഒരു പ്രണയ സ്മാരകം തന്നെയായി മാറുന്നുണ്ട്. 1783 ജനുവരി 4-ാം തീയതി മൊസാർട്ട് അച്ഛൻ ലിയോപോൾഡിന് ഒരു കത്തെഴുതി. കാമുകിയായ കോൺസ്റ്റാൻസുമായി ഞാൻ സാൽസ്ബർഗിലേക്ക് വരുന്നുണ്ട്, അച്ഛനെ കാണാനാണ് എന്നാണ് എഴുതിയത്. അച്ഛൻ എതിർത്തു പോന്ന ഒരു പ്രണയബന്ധമായിരുന്നു അത്. മരിയ കോൺസ്റ്റാൻസ് ഓസ്ട്രിയയിലെ പരിശീലനം സിദ്ധിച്ച ഗായികയായിരുന്നു. മൊസാർട്ടിൻ്റെ പ്രശസ്തമായ ജീവചരിത്രം കോൺസ്റ്റാൻസ് എഴുതിയത് അവരുടെ 2ാമത്തെ ഭർത്താവിനോട് ചേർന്നാണ്. അത് ഈ പോഡ്കാസ്റ്റിൽ പിന്നീട് പറയാം. 23 വയസ്സുണ്ടായിരുന്ന മൊസാർട്ട് 19-കാരിയായിരുന്ന കോൺസ്റ്റാൻസിൽ അനുരക്തനാവുകയായിരുന്നു. എന്നാൽ ഈ വിവാഹം മൊസാർട്ടിൻ്റെ സർഗാത്മക ജീവിതത്തെ തകർക്കുമെന്നും മൊസാർട്ട് സംഗീതത്തിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും പിതാവായ ലിയോപോൾഡ് കരുതുകയും ഈ ബന്ധത്തെ സമൂലം എതിർക്കുകയും ചെയ്തു. എന്നാൽ ആ പ്രണയം ലോകസംഗീതത്തിന് നൽകിയ സംഭാവനയായി മാറി ഗ്രേറ്റ് മാസ് ഇൻ സി മൈനർ K427 എന്ന സംഗീതശില്പം. ഇന്നത്തെ പോഡ്കാസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന സംഗീത ഭാഗങ്ങൾ റേഡിയോ ഫിൽഹാർമോണിക് ഓർക്കസ്ട്ര 2 കൊല്ലങ്ങൾക്ക് മുൻപ് അവതരിപ്പിച്ച മാസ് ഇൻ സി മൈനറിൽ നിന്നുള്ള ഭാഗങ്ങളാണ്. 1783 ഇതാദ്യമായി അവതരിപ്പിക്കുമ്പോൾ കാമുകിയായിരുന്ന കോൺസ്റ്റാൻസ് പാടിയ ഭാഗം നിങ്ങൾ കേൾക്കുന്ന ഈ സംഗീതഖണ്ഡത്തിൽ പാടുന്നത് സോഫി ഹാംസേനാണ്.
തൻ്റെ പ്രണയത്തിനും ഭാവിയിൽ കോൺസ്റ്റാൻസുമായി സാധിക്കാനിടയുള്ള വിവാഹത്തിനും ദൈവത്തിന് നന്ദി പറയാനായി ചെയ്ത ഈ സംഗീതശില്പം ആദ്യം ഭാഗികമായി മാത്രമേ മൊസാർട്ട് അവതരിപ്പിച്ചിരുന്നുള്ളൂ. കോൺസ്റ്റാൻസ് പാടേണ്ടിയിരുന്ന സൊപാർണോ, ക്ലാസിക്കൽ ഫീമെയിൽ സിംഗിങ്ങിന് പറയുന്ന പേരാണ് സൊപാർണോ, അത് മൊസാർട്ട് ആദ്യ അവതരണത്തിൽ ഒഴിവാക്കുകയായിരുന്നു. അച്ഛൻ വിവാഹത്തിന് സമ്മതിച്ചിട്ടേ ആ ഭാഗം പൂരിപ്പിക്കൂ എന്ന് മകൻ കരുതി. പിന്നീട് സാൽസ്ബർഗിൽ അച്ഛനുള്ള ഒരു സദസ്സിന് മുൻപിൽ വെച്ച് അവതരിപ്പിച്ചപ്പോൾ കോൺസ്റ്റാൻസിനോട് അത് പാടുവാൻ മൊസാർട്ട് അഭ്യർത്ഥിക്കുകയായിരുന്നു. അച്ഛൻ അവളുടെ കഴിവിൽ തൃപ്തിപ്പെടും എന്നാണ് മകൻ കരുതിയത്. പക്ഷേ കർക്കശക്കാരനായിരുന്ന അച്ഛൻ എന്നിട്ടും അടങ്ങിയില്ല. നല്ല വിദ്യാഭ്യാസമുള്ള, സുന്ദരിയായ, ഏറ്റവും ഭംഗിയായി ഫ്രഞ്ചും ഇറ്റാലിയനും മാതൃഭാഷയായ ജർമ്മനും സംസാരിക്കുന്ന, നല്ല ഗായികയായ, നന്നായി വസ്ത്രധാരണം ചെയ്യുന്ന ഈ പെൺകുട്ടിയെ അച്ഛൻ എതിർക്കുന്നത് എന്തിന് എന്ന് ഒരിക്കലും മൊസാർട്ടിന് മനസ്സിലായില്ല. അവസാനം ലിയോപോൾഡിന്റെ എതിർപ്പിനെ അവഗണിച്ച് മൊസാർട്ട് കോൺസ്റ്റാൻസിനെ വിവാഹം ചെയ്തു 1782 വേനലിൽ. 1782 ജൂലൈ 31 വിവാഹത്തിന് തൊട്ട് മുൻപ് മകൻ അച്ഛന് ഒരു കത്തെഴുതി. എനിക്കാകാവും വിധം ഞാൻ അച്ഛനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇത്രയും വളർന്നു കഴിഞ്ഞ ഒരു ബന്ധത്തിൽ നിന്നും എനിക്ക് തിരികെ പോകാൻ ഇനി കഴിയില്ല. വിവാഹത്തിന്റെ പിറ്റേന്ന് അച്ഛൻ ആ വിവാഹത്തിന് സമ്മതം അനുവദിക്കുകയായിരുന്നു. മൊസാർട്ടിനും കോൺസ്റ്റാൻസിനും 6 കുട്ടികൾ പിറന്നെങ്കിലും 2 പേർ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. കാൾ തോമസ് മൊസാർട്ടും ഫ്രാൻസ് സേവിയർ മൊസാർട്ട്. വലിയ സ്വാധീനമാണ് കോൺസ്റ്റാൻസ് മൊസാർട്ടിന്റെ സംഗീത ജീവിതത്തിൽ തന്നെ ചെലുത്തിയത്. 1791 മൊസാർട്ട് അന്തരിച്ചു. വലിയ സാമ്പത്തിക ബാധ്യതകൾ വരുത്തി വെച്ചിട്ടാണ് മൊസാർട്ട് മരിച്ചത്. പക്ഷേ ഫലപ്രദമായി മൊസാർട്ടിന്റെ സംഗീത സദസ്സുകൾ സംഘടിപ്പിച്ച് കോൺസ്റ്റാൻസ് ഭേദപ്പെട്ട സാമ്പത്തിക നില കൈവരിക്കുകയായിരുന്നു പിൽക്കാല ജീവിതത്തിൽ. 1797 കോൺസ്റ്റാൻസ് ഡാനിഷ് നയതന്ത്രജ്ഞനായിരുന്ന ജോർജ് നിക്കോളാസ് നിസാനെ പരിചയപ്പെടുകയും 1809 അവർ വിവാഹിതരാവുകയും ചെയ്തു. ഇവർ 2 പേരും കൂടി ചേർന്നാണ് കോൺസ്റ്റാൻസിന്റെ ആദ്യ ജീവിത പങ്കാളിയായ മൊസാർട്ടിന്റെ ജീവചരിത്രം എഴുതിയത്. 1828 ആ ജീവചരിത്രം പ്രകാശനം ചെയ്യപ്പെട്ടു. ഇന്നത്തെ ദില്ലി ദാലിയിൽ ഈ വാലന്റൈൻസ് ഡേയിൽ ലോക സംഗീത ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രണയ പ്രാർത്ഥനകളിലൊന്നായ മൊസാർട്ടിന്റെ ഗ്രേറ്റ് മാസ് ഇൻ സി മൈനറിലെ കുറച്ച് ഭാഗങ്ങൾ കേൾക്കാം.
സംഗീത ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രണയ പ്രാർത്ഥന. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. കേട്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവ്വം, എസ് ഗോപാലകൃഷ്ണൻ.